നമ്മൾ നേരത്തെ പറഞ്ഞാൽ കേരളം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ കയ്യിലേക്ക് വരുന്ന രീതിയാണ് നിലയുണ്ടായത്. നേതാക്കന്മാരുൾപ്പെടെ മുഴുവൻ ആളുകളും വീട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലേക്കാണ് നീങ്ങിയത്. ഞങ്ങളിതെല്ലാം പരിശോധിച്ചു. നിങ്ങളെ മാധ്യമങ്ങളെല്ലാം കൊട്ടിഘോഷിച്ചുണ്ടാക്കിയ ഗവൺമെൻറ് വിരുദ്ധ വികാരം എവിടെ? പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ഒരു ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല, നിങ്ങൾക്കെതിരായ വികാരമാണ് രൂപപ്പെട്ടു വരിക. UDF-ഉം 18 MP-മാരും അതുപോലെ തന്നെ BJP-യും ചേർന്ന് കേരളത്തെ തകർക്കാൻ, കേരളം ഒരു ശത്രു രാജ്യത്തെ പോലെ കൈകാര്യം ചെയ്യാൻ BJP, അതിന് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസ്, UDF, ഇതാണ് കേരളത്തിൽ തെളിഞ്ഞു വന്ന കാര്യം. ഇത്രയും ടീം വർക്ക് ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. ആ ടീം വർക്കിന്റെ വിജയമായിരിക്കും. ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സാങ്കല്പികമായൊരു ചോദ്യമാണ്, ഞങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം UDF ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്കായിരിക്കും. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കൊട്ടിക്കലാശത്തോടെ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം തീർന്നു. ഇനി നിശബ്ദ പ്രചാരണം. വെള്ളിയാഴ്ച കേരളം ബൂത്തിലേക്ക്. സംസ്ഥാനത്താകെയും മണ്ഡലം തിരിച്ചും ചർച്ചയായി നിരവധി വിഷയങ്ങൾ. പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തോറ്റാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും സംസ്ഥാന സർക്കാരിനെയും വിലയിരുത്തുമെന്ന് ഉറപ്പായതിനാൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. സംസ്ഥാനത്ത് വോട്ടാകുന്ന രീതിയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ മോഹൻ വർഗീസ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ജനവിധിയോ അല്ലെങ്കിൽ മോദിക്ക് അനുകൂലമായ ജനവിധിയോ എന്നതിനപ്പുറം കേരളത്തിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. 2019-ലും ഇതേ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കേരളത്തിൽ കണ്ടത്. അന്ന് ശബരിമലയൊക്കെ വലിയ വിഷയമായി വരികയും അങ്ങനെ UDF-ന് തിളക്കമാർന്ന വിജയം നേടിക്കൊടുക്കുകയും ചെയ്തു. ഇന്ന് VD സതീശൻ്റെ ഒരു ബൈറ്റ് അതാണ് കേൾപ്പിച്ചത്. അദ്ദേഹം പറയുകയാണ്, UDF-ന് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന്. അപ്പോൾ മറിച്ചൊരു ചോദ്യവും ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഇങ്ങനെയൊരു കാര്യം പറയുമോ എന്ന്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാചകം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. അദ്ദേഹം പറയുന്നത് ഈ മാധ്യമങ്ങൾ പറയുന്നത് പോലെയുള്ള സർക്കാർ വിരുദ്ധ വികാരമൊന്നും കേരളത്തിലില്ല, അത് ഞങ്ങളുടെ വിലയിരുത്തലാണ്, CPM-ന്റെ വിലയിരുത്തലാണ് എന്ന്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ സംസ്ഥാന സർക്കാരിനെ കൂടി വിലയിരുത്തുകയാണെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിഴലിക്കുന്നുണ്ടോ? ചർച്ചകളിൽ അത് വന്നിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വന്നിരുന്നു, സംസ്ഥാന സർക്കാരിനെയും വിലയിരുത്തട്ടെ എന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ വിലയിരുത്തപ്പെടേണ്ടത് കേന്ദ്ര വിഷയങ്ങളാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വിഷയങ്ങളും, അതാണ് ഒരു ഐഡിയൽ സെനാരിയോ. പക്ഷേ ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്നത് 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ്. അതിപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായി സംസ്ഥാന സർക്കാർ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കുന്നില്ല എങ്കിൽ അവർക്ക് പരിഭവങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാൻ കൂടിയുള്ള വേദിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് സംസ്ഥാന തലത്തിലാണ്. നമുക്കറിയാം, കേന്ദ്ര വിഷയങ്ങൾ പലതുമുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളുണ്ട്, കേന്ദ്ര സർക്കാരിന് അനുകൂലമാകുന്ന രാമക്ഷേത്രം പോലെ അനുകൂലവും പ്രതികൂലമാകാവുന്ന വിഷയങ്ങളുണ്ട്, പൗരത്വ ഭേദഗതി നിയമമുണ്ട്, സിംഗിൾ സിറ്റിസൺഷിപ്പ്, അതുപോലെ സഭകളുടെ കാലാവധി എല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താമെന്ന നിർദ്ദേശമുണ്ട്. ഇതിനോടൊക്കെ ജനങ്ങൾക്ക് പ്രതികരണങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഏതാണ്ടെല്ലാ നിരീക്ഷണവും ചെന്ന് നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിന് എതിരെ ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം സിംഗിൾ ലാർജസ്റ്റ് പോയിന്റ് ഓഫ് ഇമ്പാക്റ്റ് ആയി മാറുകയാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി പ്രതിരോധത്തിലാകേണ്ടത് ഇടതുപക്ഷമാണ്. അവിടെ ഒരു ബ്രേവ് ഫേസാണ് ഇടതുപക്ഷത്തിൻ്റെ.
പ്രധാന കക്ഷിയായ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വളരെ ബോൾഡായിട്ട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇതിനെ ഫേസ് ചെയ്യുകയാണ്, മാധ്യമങ്ങൾ വരച്ചു കാണുന്ന ചിത്രമല്ല, ഞങ്ങൾ കംഫർട്ടബിളി പ്ലേസ്ഡ് ആണ്. അതിന് മറുപടി അതിൽ MV ഗോവിന്ദൻ പറയുന്നത് ഇല്ല എന്ന് പ്ലെയിനായിട്ട് പറയുകയാണ്. അതായത് അങ്ങനെ ഒരു സർക്കാർ വിരുദ്ധ പ്രചാരണം, സർക്കാർ വിരുദ്ധ വികാരം ഇല്ല എന്ന്. പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു വെല്ലുവിളിയുടെ രൂപത്തിൽ അത് ഏറ്റെടുക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നുമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് അത് ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ്, CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്, എത്ര സീറ്റുകൾ കിട്ടിയാൽ സർക്കാരിനെതിരെയുള്ള ഒരു വികാരം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഒരു ചോദ്യത്തിന് MV ഗോവിന്ദൻ പറഞ്ഞ മറുപടി 2 എന്നാണ്. അതൊരു തമാശ രീതിയിൽ അദ്ദേഹം പറഞ്ഞതാകാൻ വഴിയില്ലല്ലോ. 2 എന്ന് പറഞ്ഞാൽ ഇരട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം 1 കിട്ടിയത് ശ്രീ മഞ്ജുഷ്. ഇപ്പം 2 എന്ന് പറയുമ്പോൾ 1-ൽ നിന്നും 2-ലേക്ക് വരുമ്പോൾ ഇരട്ടിയാവുകയാണ്. 100% ആണ്. അപ്പോൾ അതൊന്നും അല്ല ഇവിടെ വിഷയം. ഇതൊക്കെ ഒരു ഭംഗിയാന്തരേണ പറയുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇത് പറയേണ്ടത് ഇവിടെ നെഞ്ചൂക്കോടുകൂടി ഈ 2 ചങ്കുണ്ട് എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി നെഞ്ചുറപ്പോടെ പറയേണ്ടതാണ്, എൻ്റെ സർക്കാർ ജനകീയ സർക്കാരാണ്, ആ വിധി ജനവിധി ഞാൻ അംഗീകരിക്കും, ഞങ്ങൾക്ക് 50% സീറ്റുകൾ ലഭിച്ചില്ല എങ്കിൽ അത് പരാജയമായി ഞങ്ങൾ കാണും, ഭരണവിരുദ്ധ വോട്ടായി അതിനെ ഞങ്ങൾ കാണും, അതിനുള്ള പരിഹാരം നടത്തും എന്ന് പിണറായി വിജയനാണ് പറയേണ്ടത്. അത് അങ്ങനെ ഒരവസരത്തിലും അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അത് പറഞ്ഞു വ്യംഗ്യമായി കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു വെച്ചു, അങ്ങനെ കാര്യമായി ഒന്നുമില്ല എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ ആധികാരികമായി പറഞ്ഞതെല്ലാം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദനാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ നമുക്ക് മഞ്ജുഷ് ഇതിൻ്റെ ഒരു വിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മുൻകാല തെരഞ്ഞെടുപ്പുകളിലേക്ക് ഒരു ചെറിയ ഓട്ടപ്രദർശനം നടത്തേണ്ടി വരും. 2004 ഏറ്റവും അവസാനം LDF ഒരു ക്ലീൻ സ്വീപ്പ് നടത്തുന്നത്. അന്ന് മുഖ്യമന്ത്രി ആന്റണിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രയോജനം ലഭിച്ചത് 20-ൽ 18 സീറ്റുമായി CPM-ന് ഏറ്റവും കൂടുതൽ ടാലി കിട്ടിയ ഒരു സമയമാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനം. അതിന് തൊട്ട് മുമ്പ് നടന്ന 3-4 തെരഞ്ഞെടുപ്പുകളിൽ 9-10 സീറ്റുകൾ 99-ലെ തെരഞ്ഞെടുപ്പ്, 98-ലെ തെരഞ്ഞെടുപ്പ്, 96-ലെ തെരഞ്ഞെടുപ്പ്, അവിടെ എല്ലാം തന്നെ 9-10 സീറ്റുകൾ സാമാന്യം ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിനായി. പക്ഷേ അതിനുശേഷം 2004-ന് ശേഷം ഇടതുപക്ഷത്തിൻ്റെ ഗ്രാഫ് എപ്പോഴും താഴേക്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019-ൽ അത് കേവലം 1 സീറ്റായി ഉയർന്നു. വേണമെങ്കിൽ പറയാം, 1 സീറ്റിൽ നിന്നും 2-ലേക്കോ 3-ലേക്കോ 4-ലേക്കോ പോകുന്നത് വളരെ വലിയ വളർച്ചയാണെന്ന് പറയാം. പക്ഷേ ഇവിടെ ബെഞ്ച് മാർക്ക് ആക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്യുഗ്രൻ വിജയമാണ് ഇടതുപക്ഷം നേടിയത്. അത് ആവർത്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ 2ാം പിണറായി സർക്കാർ പരാജയമാണ്, അല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും പരാജയമാണ് എന്ന് തുടർന്ന് സംസാരിക്കേണ്ടി വരും. ശരി ഞാൻ ശ്രീജിത് പണിക്കറിലേക്ക് പോവുകയാണ്. ശ്രീജിത് പണിക്കർ, ഈ മോദി വിരുദ്ധ വോട്ടുകൾ, കേന്ദ്ര സർക്കാർ വിരുദ്ധ വോട്ടുകൾ അത് സമാഹരിക്കുക എന്നുള്ളത് LDF-ൻ്റെയും UDF-ൻ്റെയും ആവശ്യമാണല്ലോ. കേരളത്തിലൊരു പ്രത്യേക സിനാരിയോ ആണിത്. ഇവർക്ക് 2-നും അതിനുവേണ്ടി ശ്രമിക്കേണ്ടി വരും. അതാണ് കഴിഞ്ഞ ഒരു 1.5 മാസമായി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ പരിസമാപ്തി ആവുകയും ചെയ്തു. ഇങ്ങനെ വരുമ്പോൾ അടുത്തത് എന്ത് എന്നുള്ള ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാണല്ലോ. അപ്പോൾ അതിനല്ലേ ഇവിടെ മുൻഗണന കിട്ടുക? കാരണം ഈ 2 മുന്നണികൾക്കുമിടയിൽ ആരാണ് കേമൻ എന്ന രീതിയിൽ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ BJP ഒരു പ്രധാന ശക്തിയാണെങ്കിൽ കൂടി ഇവർക്കൊപ്പം എത്തുവാൻ കഴിയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ഇതുവരെ മുഖ്യമന്ത്രിക്കോ LDF-നോ കഴിഞ്ഞിട്ടില്ല. ഉണ്ടാകില്ല ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതല്ലാതെ. പക്ഷേ അതിന്ന് ഏറ്റെടുക്കുവാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് UDF തോറ്റാൽ. ശ്രീജിത് പണിക്കർ, ചോദ്യം കേട്ടില്ല. അല്ല, ഈ ഒരു സിനാരിയോ ഉണ്ടല്ലോ, ഈ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ഉരച്ചു നോൽക്കൽ ഉണ്ടാകും എന്ന്. അപ്പോൾ അത് ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് ശ്രീ മോഹൻ വർഗീസ് പറയുന്നു. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ നോക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയൊരു വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല അദ്ദേഹം. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഞാൻ തയ്യാറാണ് എന്ന് പറയുകയാണ്. അതായത് UDF-ന് തോൽവി സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കൊള്ളാം എന്ന്. അപ്പോൾ അതൊരു ആത്മവിശ്വാസത്തിൻ്റെ സൂചനയല്ലേ നൽകുന്നത്? തീർച്ചയായിട്ടും UDF-നെ സംബന്ധിച്ചിടത്തോളവും LDF-നെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി, അതിന്റെ ഫലത്തിനെ പറ്റി ഈ 2 കൂട്ടരും 2 ക്യാമ്പും എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതിന്റെ കൃത്യമായിട്ടുള്ള പ്രതിഫലനമാണ്
ഇവരുടെ പ്രതികരണങ്ങളിലുള്ള ആത്മവിശ്വാസം ഉള്ളതും ആത്മവിശ്വാസം ഇല്ലായ്മയും. കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം ഇത് സംസ്ഥാന ഭരണത്തിന്റെ ഒരു വിലയിരുത്തലാണ് എന്ന രീതിയിലത്തേക്ക് പറയാനോ, അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ വലിയ രീതിയിലുള്ള വളർച്ചയില്ലാത്ത രീതിയിലത്തേക്കുള്ള ഒരു റിസൾട്ടാണ് അവർക്ക് വരുന്നത് എങ്കിലോ അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു പ്രതിഫലനം തന്നെ ആകും എന്ന രീതിയിലത്തേക്ക് അവർക്കത് പറയാനായിട്ട് വയ്യ. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നാണ്. അതായത് ആൾക്കാരോട് പറയുന്നത് ഇവിടെയുള്ള BJP വിരുദ്ധ ഒരു സർക്കാർ ഉണ്ടാകണമെങ്കിൽ ആ ചേരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നായകത്വം വഹിക്കേണ്ടത് ഞങ്ങളാണ് എന്ന അർത്ഥത്തിലാണ് അവർ ആ ഒരു ഇലക്ഷൻ സ്ലോഗനുമായിട്ട് ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നത്. അതിൽ അവർക്കെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്തെങ്കിലും മുഖ്യമന്ത്രി അത് പറയേണ്ടതാണ്. തീർച്ചയായിട്ടും ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്നും അത് തന്റെ സർക്കാരിന്റെ കൂടി വിലയിരുത്തലാണ് എന്നും അദ്ദേഹത്തിന് പറയാൻ സാധിക്കണമായിരുന്നു. നേരെ മറിച്ചതിന് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇന്ന് അദ്ദേഹം പല മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയിട്ടുണ്ട്. ആ അഭിമുഖങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമായിരിക്കും എന്ന് മാത്രമാണ്. എന്നാൽ കേരളത്തിലെ സാഹചര്യം അദ്ദേഹം സവിശേഷമായിട്ട് പറയേണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ഇന്ത്യ മുന്നണി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ LDFും UDFും ഒരൊറ്റ ചേരിയുടെ ഭാഗമായിട്ട് BJP എതിർക്കുകയായിരുന്നുവെങ്കിൽ ഇത് കേന്ദ്രത്തിലെ ഭരണവിരുദ്ധ വികാരത്തിനെ പറ്റി ഇവർക്ക് പറയാമായിരുന്നു. നേരെ മറിച്ച് ആ കൂട്ടായ്മ കേരളത്തിലില്ല. ഇവിടെ LDFും UDFും പരസ്പര ചേരികളിൽ വിരുദ്ധമായി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലുള്ള ഒരു വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. കാരണം കേരളത്തിലെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു മുന്നണി പ്രവർത്തിക്കേണ്ടെന്ന് ആവശ്യമില്ല, കൂട്ടായ്മ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന കക്ഷികൾക്ക് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു വോട്ടെടുപ്പിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തനം കൂടി വിലയിരുത്തിയതിനു ശേഷമാകും അത് നോക്കുക. അപ്പൊ അങ്ങനെ ഡിഫറൻസും അത് തന്നെ ആയിരിക്കുമല്ലോ ശ്രീജിത് പണിക്കർ. ആ വ്യത്യാസം LDFും UDFും തമ്മിലുള്ള വ്യത്യാസവും പ്രതിഫലിക്കുന്നത് അത് തന്നെ ആയിരിക്കുമല്ലോ. കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ മത്സരിക്കാത്തതിനാൽ തന്നെ ഈ കേന്ദ്ര സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഈ രണ്ടു പേർക്കുമിടയിൽ വീതിച്ചു പോകാം. അപ്പോൾ അതിലെ ആ ഡിഫറൻസ് ആർക്കാണ് കൂടുതൽ എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലിലേക്കായിരിക്കുമല്ലോ പോകുന്നത് 2019 പോലെ. തീർച്ചയായിട്ടും. കാരണം അവിടെ എന്തുകൊണ്ടാണ് ഇവർ രണ്ടായിട്ട് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള കാരണം തന്നെയാണ് വോട്ടർമാർ ആദ്യം തന്നെ പരിഗണിക്കുക. അപ്പോൾ അങ്ങനെ ഒന്നിച്ച് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല എന്ന രീതിയിൽ പറയുമ്പോൾ ഈ രണ്ടുപേരും തമ്മിൽ കേരളത്തിന് പുറത്ത് ഒരു ധാരണയുണ്ടെങ്കിലും ആ ധാരണ കേരളത്തിൽ പ്രവർത്തിക്കാത്ത രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഇവർ തമ്മിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ്. എങ്കിൽ അവിടെ കൂടുതൽ മെച്ചം LDFോ UDFോ എന്ന രീതിയിലുള്ള വിലയിരുത്തൽ തന്നെയാണ് ആത്യന്തികമായിട്ട് ഓരോ വോട്ടറും നടത്തേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് UDFന് വളരെ വലിയൊരു മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ ഉണ്ടാവുകയാണ് എങ്കിൽ അതിനർത്ഥം LDFന്റെ പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലുള്ള അവരുടെ താല്പര്യത്തിനെ ഇന്ത്യ ഇടതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന അവരുടെ സന്ദേശത്തിനെയൊക്കെ തന്നെ ജനം തിരസ്കരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. തന്നെയുമല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വളരെ ചുരുങ്ങിയ ദേശീയ വിഷയങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഏറെ കൂടുതലായിട്ട് കേരളത്തിൽ പ്രചരണ രംഗത്ത് ഉപയോഗിച്ചിരുന്നത് ഒരുപക്ഷെ BJP ഒഴികെ മറ്റുള്ള കക്ഷികളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്രാദേശിക വിഷയങ്ങളാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുമെല്ലാം കേരള വിഷയങ്ങൾ മാത്രം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ആ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ആൾക്കാർ വിലയിരുത്തുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 എന്ന് പറയുന്നതിനെ കേവലം 2ഓ 3ഓ ആക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് 300% വളർച്ചയുണ്ടായി എന്നൊന്നും അവകാശപ്പെടാനായിട്ടുള്ള CPMന്റെ ഏതെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് വിലപ്പോവില്ല. നേരെ മറിച്ച് വളരെ വലിയ രീതിയിലുള്ള വിജയം അവർ നേടുക തന്നെ വേണം. അതല്ലായിരുന്നുവെങ്കിൽ സഖ്യമായിരുന്നുവെങ്കിൽ 10 സീറ്റ് വീതം LDFും UDFും വീതിച്ചെടുക്കുകയും ആ 10ലും വിജയം കൊയ്യാൻ വേണ്ടിയിട്ട് ഇരുവർക്കും സാധിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ അതിനെയും മറികടന്നുകൊണ്ട് ഞങ്ങളുടെ സീറ്റ് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, കേരളത്തിലെ കോൺഗ്രസുമായിട്ട് ചേർന്ന് പോകുന്നില്ല എന്നുള്ള CPMന്റെ തീരുമാനം എന്താണോ ആ തീരുമാനം വിൻഡിക്കേറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള വിജയം അവർക്ക് കിട്ടണം. ഒരു 8-10 സീറ്റ് എങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാനെങ്കിലും കഴിയൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം വളരെ വലിയ വിജയത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അമിത ആത്മവിശ്വാസത്തിലാണ് അവര് ആൾക്കാരുടെ അടുത്തേക്ക് പോയി വോട്ട് ചോദിക്കുന്നത്. തന്നെയുമല്ല, CPMന്റെ സൈബർ ഹാൻഡിലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് തന്നെ CPM കേരള എന്ന ഹാൻഡിലിൽ തന്നെ ഓരോ മണ്ഡലത്തിന്റെയും ശബ്ദമാകാനായിട്ട് ഇവിടെ LDF സ്ഥാനാർത്ഥികൾ വരുന്നു എന്ന രീതിയിലുള്ള പ്രചരണമാണ് നടത്തുന്നത്. തന്നെയുമല്ല, ദേശീയ നേതാക്കന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ടാണെങ്കിലും അവരെല്ലാവരും തന്നെ പറയുന്നത് കേരളം ഇടതിനോടൊപ്പമാണ്, കേരളത്തിന്റെ മനസ്സ് ഇടതിനൊപ്പമാണ് എന്നാണ്. അപ്പൊ അതിനെ ആൾക്കാർ തിരസ്കരിക്കുകയാണ് എങ്കിൽ അത് വളരെ വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഇടതുപക്ഷത്തിന് കിട്ടുക. പക്ഷെ ആ സമയത്ത് ഇത് ദേശീയ തെരഞ്ഞെടുപ്പാണ്, അവിടെ ഒരുപക്ഷെ BJPയെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല കക്ഷി കോൺഗ്രസ് ആണെന്ന് ആൾക്കാർക്ക് തോന്നി എന്ന രീതിയിലത്തേക്കുള്ള പല ന്യായങ്ങളും അവർ പറഞ്ഞേക്കാം.
പക്ഷെ അങ്ങനെയാണ് എങ്കിൽ, അങ്ങനെ വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു പാർട്ടിയാണ് എങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യ സഖ്യം കേരളത്തിൽ പ്രവർത്തിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം മാധ്യമപ്രവർത്തകർക്ക് ആ സമയത്ത് ഇടത് നേതാക്കളോട് ചോദിക്കാം. അന്നേരം എനിക്ക് തോന്നുന്നില്ല ശ്രീ പിണറായി വിജയൻ ആണെങ്കിലും ശ്രീ എം വി ഗോവിന്ദനാണെങ്കിലും അതിൽ എന്തെങ്കിലും മറുപടി ഉണ്ടാകുമെന്ന്. കാരണം 10 സീറ്റ് സേഫായിട്ട് കിട്ടാവുന്ന ഒരു സ്ഥലത്ത് നിന്ന് കേവലം 1, 2, 3 സീറ്റുകളിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അതീവ ദാരുണമായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് രണ്ട് മുന്നണികളുടെയും ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളുടെ. പക്ഷേ അങ്ങനെ വരുമ്പോഴും അവിടെ ഈ CAA പോലുള്ള വിഷയങ്ങൾ ഏറ്റവും അധികം ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ. അവിടെ പോലും ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഇപ്പോൾ CAA വിരുദ്ധ കാര്യങ്ങൾ വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ. അങ്ങനെയാണ് രണ്ട് മുന്നണികളും പ്രയോഗിച്ചിരിക്കുന്നത്, അതങ്ങനെ വരികയുമുള്ളൂ. പക്ഷേ അവിടെയും ഈ ഒരു മേൽക്കൈ കിട്ടുമെന്നുള്ള പ്രതീക്ഷ LDF-നുണ്ടല്ലോ. അവിടെ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ തട്ടി, ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനത്തിൽ അതിൽ തട്ടി ഈ ഭരണവിരുദ്ധ വികാരം തെറിച്ചു പൊക്കോളും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും LDF-ന്. തീർച്ചയായിട്ടും. പക്ഷെ ഇവിടെ CAA പോലെയുള്ള ന്യൂനപക്ഷ വിഷയങ്ങളിലെല്ലാം തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ആൾക്കാരെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിലുള്ള ആൾക്കാരെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് എന്നത് മറന്നുകൂടാ. അത് ഒരുപക്ഷെ CAA എതിർക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളും, കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും, യാതൊരു വിധത്തിലുള്ള കലർപ്പുമില്ലാതെ മായം ചേർക്കൽ നടത്തുന്നുണ്ട്. അതായത് മായം ചേർക്കലിൽ കൂടുതൽ കലർപ്പുകളൊന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇവരിവിടെ ചെയ്യുന്നത് എന്താണെന്ന് നോക്കൂ. CAA എന്ന് പറയുന്നത് അതിന്റെ റൂൾസ് ഇംപ്ലിമെന്റഡ് ആയതോടുകൂടി രാജ്യവ്യാപകമായിട്ട് നടപ്പാക്കപ്പെട്ട് കഴിഞ്ഞു. കേരളത്തിൽ ഉൾപ്പെടെ അത് നടപ്പാക്കപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ ആനുകൂല്യത്തിൽ പൗരത്വം കിട്ടാൻ വേണ്ടിയിട്ട് ആ നിയമപ്രകാരം എലിജിബിൾ ആയിട്ടുള്ള ഒരാൾ കേരളത്തിൽ സ്ഥിരതാമസക്കാരനായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് താമസക്കാരനായിട്ടോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യുന്നതിനും പൗരത്വം ലഭിക്കുന്നതിനുമുള്ള എല്ലാ മാർഗങ്ങളും നിലവിൽ കേരളത്തിൽ തന്നെയുണ്ട്. അതിന്റെ വെരിഫിക്കേഷൻ പോലും സംസ്ഥാന പോലീസിന്റെ ആവശ്യമില്ലാതെ കേന്ദ്ര ഏജൻസികൾ തന്നെ അത് നടപ്പാക്കി കൊടുക്കും. എന്ന് വെച്ചാൽ കേരളത്തിലടക്കം പൗരത്വ ഭേദഗതി നിയമം നടപ്പിലായി കഴിഞ്ഞു. എന്നിട്ടും മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹം നൽകിയിരിക്കുന്ന അഭിമുഖങ്ങളിൽ പോലും പറയുന്നത് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ്. അപ്പൊ ഇത് ന്യൂനപക്ഷങ്ങളെ യാതൊരു വിധത്തിലുള്ള സത്യസന്ധതയുമില്ലാതെ, ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയുമില്ലാതെ അവരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. മറുഭാഗത്ത് നോക്കൂ, കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ P. ചിദംബരം ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? പ്രകടന പത്രികയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ഇലക്ഷൻ മാനിഫെസ്റ്റോയുടെ പേജുകളുടെ ദൈർഘ്യം കൂടി പോയതുകൊണ്ട് CAA എടുത്ത് കളയും എന്ന് പറയുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് അതിൽ പ്രിന്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടാം മോദി സർക്കാരിനെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തിരുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇലക്ഷനിൽ തന്നെ പ്രതിഫലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ന്യൂനപക്ഷ സംരക്ഷണത്തിനെ മുൻനിർത്തിയിട്ടുള്ള CAA എന്ന് പറയുന്നതിനെ റദ്ദാക്കുക എന്നുള്ളതാണ്. അവസാനം ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്ന സമയത്ത് സുദീർഘമായിട്ട് പേജുകൾ അടിച്ചിറക്കി പല പല കാര്യങ്ങളെപ്പറ്റി അതിൽ പറയുമ്പോൾ ഈ ഒരു വിഷയം അതിൽ ഉൾപ്പെടുത്താതിരിക്കുകയും എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം പറയുമ്പോൾ ഇതിനെയാണ് ഞങ്ങൾ ഒന്നാമതായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സമയത്ത് ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഞങ്ങൾ ഇതിനെ റദ്ദാക്കാനുള്ള തീരുമാനമാണ് എടുക്കുക എന്ന് പറയുന്നതും ആത്മാർത്ഥതയില്ലാത്തതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ആൾക്കാർ ഈ CAA എന്ന് പറയുന്നത് അവർക്ക് വിരുദ്ധമാണ് എന്ന ചിന്തയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനൊപ്പം പോകണോ അതോ CPM-നൊപ്പം പോകണോ എന്നുള്ള കാര്യത്തിൽ വലിയ പ്രശ്നമുണ്ട്. കാരണം കോൺഗ്രസ് പറയുന്നതിൽ ആത്മാർത്ഥതയില്ല, CPM പറയുന്നത് കബളിപ്പിക്കലുമാണ്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞതുപോലെ കലർപ്പിൽ മായം ചേർക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം ഭംഗിയായിട്ട് ആൾക്കാരിലേക്ക് പറയാനായിട്ട് ഇവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. കോൺഗ്രസിന്റെ നിലവിലെ അതേ ആളുകൾ തന്നെയാണല്ലോ സംസ്ഥാന സർക്കാരിനെതിരെ വിലയിരുത്തൽ നടത്തണോ എന്ന് ചിന്തിക്കുന്നതും. തീർച്ചയായിട്ടും ചിന്തിക്കുന്നത് അല്ല, അവിടെ ഞാൻ കാണുന്ന ഒരു സ്ലൈറ്റ് എഡ്ജ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപക്ഷെ CPM-നാണ്. കാരണം കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവരുടെ അതിന്റെ മറുപടി എന്ന് പറയുന്നത് കൺവിൻസിംഗ് അല്ല. നേരെ മറിച്ച് ഇവിടെ ആൾക്കാരോട് നടപ്പാക്കപ്പെട്ട ഒരു പദ്ധതി നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്നും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ധാരണയില്ലാത്ത കുറേയധികം ആൾക്കാരുണ്ട് എങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ താല്പര്യം തങ്ങൾക്കൊപ്പമാക്കി മാറ്റുന്നതിനുള്ള ഒരു അടവ്, ആ ഒരു ഒരു അവസരം എന്ന് പറയുന്നത് ഇപ്പോഴും CPM-ന്റെ ഭാഗത്തുള്ളത് കൊണ്ട് അങ്ങനെ വളരെ നൈവായിട്ടുള്ള ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് സമാഹരിക്കാനായിട്ട് ഒരുപക്ഷെ CPM-ന് സാധിച്ചേക്കും. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ, സംസ്ഥാനത്ത് അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് തട്ടിത്തെറിപ്പിക്കാൻ ഇത് ഉപകാരപ്പെടുമോ എന്നുള്ളതും 2019 കൺസോളിഡേഷൻ ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമുണ്ടല്ലോ അവിടെ LDF ആഗ്രഹിക്കുന്നതാണല്ലോ. ഇല്ല മഞ്ജുഷ്, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ പോലും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ നൈവായിട്ടുള്ള ഈ കാര്യങ്ങളെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാത്ത
ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒരുപക്ഷെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിച്ചേക്കും. ആ വിഷയത്തിൽ അങ്ങനെ ഒരു സ്ലൈറ്റ് എഡ്ജ് ഉണ്ട്. പക്ഷേ നിലവിലുള്ള ഭരണവിരുദ്ധ വികാരത്തിനെ മറികടക്കാനായിട്ട് അതിന് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കുകയില്ല. അതിനേക്കാൾ വളരെ ശക്തമായിട്ടുള്ള ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഇലക്ഷൻ വിഷയമായി മാറുന്ന രീതിയിലത്തേക്ക് കേരളത്തിലെ സർക്കാരിന് എതിരെയുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഭരണവിരുദ്ധ വികാരമായിരിക്കും കൂടുതലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോവുക. ഇത് ഈ ശ്രീജിത്ത് പണിക്കരുടെ ഈ നിലപാട്, അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് മാത്രമല്ല, ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണം ഇതുവരെ മുഖ്യമന്ത്രിയിൽ നിന്ന് പോലും ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. മഞ്ജുഷേ, സ്വാഭാവികമായും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ നിലവാരത്തെ സംബന്ധിച്ചോ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലുകളോ ആയി ഒരു ഘട്ടത്തിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ മാറിയിട്ടുണ്ടില്ല. ഇവിടെ വിഷയം കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ നിലപാടുകളെ സംബന്ധിച്ചും അവരുടെ മതേതരത്വ വിരുദ്ധ നിലപാടുകളെ സംബന്ധിച്ചുമുള്ള ചർച്ചയാണ് ഇന്ത്യ ഒട്ടാകെ നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ളത് തീസരി ബാത് മോദി സർക്കാർ ആപ്കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് BJP തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതെങ്കിൽ ഇന്ന് 200 സീറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി BJP വിരല് പിടിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ വിദ്വേഷ പ്രസംഗങ്ങൾ തുടർച്ചയായി നരേന്ദ്രമോദിയുടെ വായിൽ നിന്ന് വരുന്നത് എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിൽ നിലപാടില്ലാതിരിക്കുകയും ആ നിലപാടുകളെ സംബന്ധിച്ച് ആവർത്തിച്ച് പറയുന്നതിന് അവസരമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാപ്പരത്വത്തിലേക്ക് കോൺഗ്രസ് എന്നെത്തപ്പെട്ടു. ഉദാഹരണത്തിന് CAA അടക്കം ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സാം പിട്രോഡ അടക്കം പറഞ്ഞു വെച്ചിട്ടുള്ള റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിനെ സംബന്ധിച്ച് ഇൻഹെറിറ്റൻസ് ടാക്സ് ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുള്ള നിലപാട് ശ്രീ സാം പിട്രോഡോ പറഞ്ഞപ്പോ സ്വാഭാവികമായും അതിനെ അനുകൂലിക്കുന്നതിന് പോലും കോൺഗ്രസിന് നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ നിലപാടിനെ പോലും ശ്രീ നരേന്ദ്രമോദി വിമർശിക്കുന്നത് കണ്ട് ഭയപ്പാടോടുകൂടി പിന്തിരിഞ്ഞോടുന്ന കോൺഗ്രസിനെയാണ് ഇന്ത്യ ഒട്ടാകെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ബോധ്യമുള്ളത്, ജനങ്ങൾക്ക് ബോധ്യമുള്ളത്, കോൺഗ്രസിന് നിലപാടില്ല. ആ നിലപാടില്ലായ്മ അവരെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ അവർക്കൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ്. സൂറത്തിൽ നാം ഇപ്പോൾ കണ്ടതാണ്. സൂറത്തിലെ സ്ഥാനാർത്ഥി ഭാര്യ സഹോദരനും പാർട്ട്ണറും അടക്കം പിന്തുണച്ചുകൊണ്ട് നോമിനേഷൻ കൊടുത്തിട്ട് ആ നോമിനേഷൻ കൊടുത്ത ആളുകളെ ഭരണാധികാരിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതിന് കഴിയാതെ വരികയും BJP സ്ഥാനാർത്ഥിയെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യയുടെ തെരഞ്ഞെടുപ്പിന് മുമ്പേ BJP പാളയത്തിലേക്ക് എത്തപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരെയാണ് ഇന്ത്യയിൽ കാണുന്നതിലെ സൂറത്ത് ഒരു ഉദാഹരണമായിട്ടാണ്. ഇപ്പൊ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ അവർ ഉറപ്പായും BJP പാളയത്തിൽ എത്തില്ല എന്നത് സംബന്ധിച്ച് യാതൊരു ഉറപ്പും ഒരു നിലപാടുമില്ലാത്ത സാഹചര്യത്തിൽ അല്ല, കേരളത്തിൽ അങ്ങനെ MP-മാരുടെ കൂറുമാറ്റമൊന്നും കണ്ടിട്ടില്ലല്ലോ ശ്രീ ഹസ്കർ. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായിട്ടോ അല്ലെങ്കിൽ പ്രചാരണമായിട്ടോ വന്നു എന്നതല്ലാതെ ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യണോ, CPM-ന് വോട്ട് ചെയ്യണോ, UDF-ന് വോട്ട് ചെയ്യണോ, LDF-ന് വോട്ട് ചെയ്യണോ എന്ന് ചിന്തിച്ച് നിൽക്കുന്നവർക്കിടയിൽ ഈ ഭരണവിരുദ്ധ വികാരം ഒരു ചർച്ചയേ ആവില്ല എന്ന് താങ്കൾ പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. മുമ്പുണ്ടായിട്ടുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്, ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. 2019 അതുണ്ടായിട്ടുണ്ട്, 2004 ഉണ്ടായിട്ടുണ്ട്, ആന്റണി സർക്കാരിനെതിരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞത് കണ്ണടച്ചിട്ട് കാര്യമില്ല. 2019 പ്രതിഫലനം കുറവായിരിക്കുമോ എന്നുള്ളതാണ്. ഇന്ന് MP ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യം, താങ്കൾ അല്പം വൈകിയത് കൊണ്ടാണ്, ഇന്നാണോ പറഞ്ഞ കഴിഞ്ഞ ദിവസമാണോ എന്നറിയില്ല, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് 2 സീറ്റ് കിട്ടിയാൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയാമെന്നാണ്. അതൊരു പകുതി തമാശയോട് കൂടിയായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലേ ആവില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അങ്ങനെയല്ല, 2019 ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് 2020 തെരഞ്ഞെടുപ്പിൽ വരുന്നത്. 2019 കേരളത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി അടക്കം വയനാട് ആദ്യമായി മത്സരിക്കുന്ന ഒരു സാഹചര്യം. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മാസായി ന്യൂനപക്ഷങ്ങൾ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് 2019 തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിന് വിരുദ്ധമായി തീർന്നത്. പക്ഷെ 2024 സ്ഥിതി അതല്ല. അന്ന് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലുണ്ടായിരുന്നു. ശബരിമല വലിയ വിഷയമായി വന്നില്ലേ ആ സമയത്ത്? ശബരിമല ഒരു വിഷയം തന്നെയായിരുന്നു. അത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണല്ലോ. ശബരിമലയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടായിരുന്നു അത്.
ശബരിമല ഒരു വിഷയം തന്നെയായിരുന്നു. അതോടൊപ്പം മാസായി UDF അനുകൂലമായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്നൊരു വലിയ മാറ്റം UDF-ലൊപ്പം ചേർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം അപ്പോൾ 2019 ന്യൂനപക്ഷങ്ങൾ ഒപ്പം ചേർന്ന അതേ സാഹചര്യം 2024 നിലനിൽക്കുന്നു എന്ന് പറയാമല്ലോ. അങ്ങനെ രാഹുൽ ഇത്തവണയും വരുന്നു. 2024 സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. 2024 ന്യൂനപക്ഷങ്ങൾ ആർക്കൊപ്പം നിൽക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ നടക്കുന്ന ചർച്ചകളും അവരുടെ ഇടയിലെ വിലയിരുത്തലുകളും മറ്റൊരർത്ഥത്തിനാണ്. UDF അനുകൂലമായി കോൺഗ്രസിന് അനുകൂലമായി ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്താൽ അവർ പാർലമെന്റിൽ എത്തുമ്പോൾ ആ 5 കൊല്ലവും UDF പാളയത്തിൽ ഉണ്ടാകുമോ എന്ന ആശങ്ക ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ട്. നിലപാടുകൾ എടുക്കുന്ന കാര്യത്തിൽ CAA അടക്കം CAA ഒരു നിയമം പാസാക്കി അതിപ്പോൾ നടപ്പിലായി എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷെ ആ നിയമത്തിന്റെ ഒരു പ്രശ്നം മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നു എന്നിടത്താണ് ഇന്ത്യ ഇന്നുവരെ സ്വീകരിച്ച മതേതര CAA-ക്കെതിരെ നിലപാട് സ്വീകരിച്ചവരും CPM-ന് തന്നെ ഇവർ വന്ന് വോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അങ്ങോട്ട് വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഇവർ CPM LDF-ന് തന്നെ എങ്ങനെ വോട്ട് ചെയ്യും? ഭരണവിരുദ്ധ വികാരം അവിടെ അവർ ചർച്ചയാക്കില്ലേ, അല്ലെങ്കിൽ കണക്കിലെടുക്കുകയില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചത്. ശ്രീജിത് പണിക്കർ, ഹസ്കറിനുള്ള മറുപടി. താങ്കൾക്ക് പോകാൻ ധൃതിയുള്ളതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി താങ്കളിലേക്ക് വന്നത്. അല്ല, ശ്രീ ഹസ്കർ ഇവിടെ പറയുന്നത്, അദ്ദേഹം കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് പറയുന്നത്, കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംരക്ഷകർ എന്ന രീതിയിൽ നിൽക്കുന്ന അവർ 5 വർഷം പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്ത്, അല്ലെങ്കിൽ അഥവാ ഭരിക്കുകയാണെങ്കിൽ അവരുടെ ഒപ്പം. എന്തായാലും പ്രതിപക്ഷം എന്നുള്ള അസംഷനിലായിരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 5 വർഷം അവരവിടെ തന്നെ ഇരിക്കുമോ, അതിലുണ്ടാകുമോ എന്നുള്ള കാര്യത്തിനെ പറ്റി അവർക്ക് സംശയമുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ മുന്നണി ഇരിക്കാൻ പോകുന്നത് പ്രതിപക്ഷത്താണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. 2, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പകരം അവർ ആരെ ട്രസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ ഒരുപക്ഷെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു BJP വിരുദ്ധ വോട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് കോൺഗ്രസിന് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന കോൺഗ്രസ്സുകാരോട് അവർ 5 വർഷവും അവിടെ തന്നെ ഇരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര CPM-കാർ അവിടെ പോയിരിക്കാനാണ്? എന്തിനാണ് ഈ CPM-ന് ഈ വോട്ട് കൊടുക്കുന്നത്? നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ CPM-കാർ എത്ര സീറ്റിലാണ് മത്സരിക്കുക? വലിയ കാര്യത്തിൽ ഇവിടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയും ഒക്കെ ഇറക്കി വരുന്ന ആൾക്കാർ മൊത്തത്തിൽ മത്സരിക്കുന്നത് ഏതാ 50 സീറ്റിലുണ്ടോ, അതോ 40 സീറ്റിലോ? അത്ര സീറ്റുകളിൽ മാത്രം മത്സരിച്ചതിന് ശേഷം ഞങ്ങളിവിടെ ഭരണഘടനാ സംരക്ഷകരാണ്, ഞങ്ങളിവിടെ ജനാധിപത്യത്തിന്റെ കാവലാളാണ്, ഞങ്ങളാണ് ന്യൂനപക്ഷ സംരക്ഷകർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമേ ഈ ന്യൂനപക്ഷങ്ങൾ ഉള്ളോ? ശ്രീ ഹസ്കർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളുള്ള മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. അവിടെയൊക്കെ CPM എവിടെയാണ്? ഇടതുപക്ഷ പാർട്ടികൾ എവിടെയാണ്? പേരിന് അങ്ങും ഇങ്ങുമൊക്കെ 1-2 ഇടത്തൊക്കെ മത്സരിക്കുന്നു, അതും മറ്റുള്ള പല ആൾക്കാരുടെയും ചെലവിൽ എന്നതിനപ്പുറത്തേക്ക് CPM എവിടെയാണ് ഇരിക്കുന്നത്? അപ്പൊ കേരളത്തിലുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കോ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കോ മാത്രമായിട്ട് ഒരു പ്രത്യേക സംരക്ഷണവും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പാർട്ടിയും എന്ന രീതിയിലത്തേക്കൊക്കെ പറയുകയാണെങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പാടെ മറന്നുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇവിടെയുള്ള ആൾക്കാർക്ക് BJP വിരുദ്ധ വോട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അത് കോൺഗ്രസ് തന്നെയാണ്. അതല്ലാതെ അവിടേക്ക് CPM ആണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ 11 സീറ്റ് കിട്ടി തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടി ചിഹ്നം പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ദേശീയ പാർട്ടി എന്നുള്ള ഒരു ഇമേജ് അവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പാർട്ടി അതിനേക്കാൾ അപ്പുറത്തേക്ക് വളർന്നുകൊണ്ട് ഈ പോയി മറ്റുള്ള ആൾക്കാരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാവരുടെയും കൂടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കുമെന്ന രീതിയിലത്തേക്കൊക്കെ പറയുക എന്ന് പറയുന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. അങ്ങനെയുള്ള മലർപ്പൊടിക്കാരന്മാരായിട്ടുള്ള കുറേയധികം നേതാക്കൾ ഇവിടെ ഇരുന്നിട്ട് പ്രസ്താവന നടത്തുന്നുണ്ട്. പക്ഷേ ആ മലർപ്പൊടിക്കാരന്മാരായിട്ടുള്ള നേതാക്കൾക്ക് പോലും ഇവിടെ പറയാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് 10 സീറ്റ് കിട്ടുമെന്ന്. 10 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും നേതാവുണ്ടോ? ഞാനും കണ്ടതാണ് മഞ്ജുഷ ഇവിടെ പറഞ്ഞിരിക്കുന്ന അഭിമുഖം. 2 സീറ്റ് കിട്ടിയാൽ തന്നെ അത് വലിയ കാര്യമല്ലേ എന്ന രീതിയിൽ, ഞങ്ങൾക്ക് ഇരട്ടി വളർച്ചയില്ലേ എന്ന രീതിയിലത്തേക്കൊക്കെ പറയുന്ന രീതിയിലുള്ള പൊടി ക്യാപ്സൂളുകൾ ഇപ്പോൾ തന്നെ തയ്യാറാണ്. അപ്പൊ അതിന്റെ പുറത്തേക്ക് ഓരോ മണ്ഡലം അനുസരിച്ച് വീണ്ടും വീണ്ടും ക്യാപ്സൂളുകൾ വെക്കാം. ഇപ്പൊ ഇവിടെ തൃശ്ശൂരിലാണെങ്കിൽ വേണമെങ്കിൽ അവിടെ ഒരു റിസൾട്ട് വരുന്നു, അവിടെ BJP-യോ കോൺഗ്രസോ ജയിക്കുകയാണ് എങ്കിൽ മറ്റൊരു ക്യാപ്സൂളോടെ ഇറക്കാം. പൂരം എന്ന് പറയുന്നത് ഒരു പ്രശ്നമായി എന്ന രീതിയിലത്തേക്ക് ഒരു ക്യാപ്സൂൾ ഇറക്കാം. അതേപോലെ തിരുവനന്തപുരത്ത് 7-ൽ 6 സീറ്റുകളും ജയിച്ചിരിക്കുന്ന സ്ഥലത്ത് 3ാമത് പോയി കഴിഞ്ഞാൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെ ഉണ്ടാവുക? അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള റിസൾട്ട് എന്ത് പറഞ്ഞിട്ട് നിങ്ങൾ ന്യായീകരിക്കും? പത്തനംതിട്ട 7-ൽ 7 ജയിച്ചിരിക്കുന്ന സ്ഥലമാണ്, പക്ഷെ അവിടെ എന്തായിരിക്കും വരിക? അപ്പോൾ ഓരോ മണ്ഡലത്തിലും വരാൻ പോകുന്ന ഫലം എന്താണ് എന്നതിനെ കൂട്ടി അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ നേരത്തെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള പല പല ക്യാപ്സൂളുകൾ ഇപ്പോൾ കൂടുതൽ പേരും പറയുന്നത്, ഇപ്പോൾ ഹസ്കർ പോലും പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ അല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ LDF-ഉം BJP-യും നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലമാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ എന്ന് പറയാമായിരുന്നു പൂർണ്ണമായിട്ടും.
പക്ഷേ ഇവിടെ അങ്ങനെയല്ല സിറ്റുവേഷൻ എന്നുള്ളത് കൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ജനങ്ങൾ ചിന്തിക്കുമെന്ന് പറയുന്നത്. അതും ഇപ്പോൾ അംഗീകരിക്കാൻ CPM-ന്റെ ആളുകൾ തയ്യാറല്ല. ശ്രീജിത്ത് പണിക്കർ അല്ല, അത് തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഒരു കൃത്യമായിട്ടുള്ള നിലപാടെടുക്കണമായിരുന്നു. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒന്നിച്ചു മത്സരിക്കുന്നു. കാരണം ഇതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ്. ഇത് സംസ്ഥാനത്തെ രാഷ്ട്രീയമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്, ദേശീയ രാഷ്ട്രീയമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ജനാധിപത്യ സംരക്ഷകരാണ്, ഭരണഘടനാ സംരക്ഷകരായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടായ്മയാണ് എന്നുള്ള അവരുടെ ആ ഒരു സന്ദേശത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ അതിന്റെ പേരിൽ ഇവിടെ ഒന്നിച്ചു മത്സരിക്കുന്നു എന്ന് പറയാമായിരുന്നു. എന്നാൽ ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഐക്യം ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരൊറ്റ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാർട്ടികൾക്കും സ്വന്തമായിട്ട് കേരളത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്നാണ്. അപ്പോൾ അവരിവിടെ ടെസ്റ്റ് ചെയ്യുന്ന ബലാബലം എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയുടെ സ്വാധീനമാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങളാണ്. ഇവിടെ പിന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും ഒരു കോമൺ മിനിമം പ്രോഗ്രാമിനെ പറ്റി ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പോയപ്പോൾ പറഞ്ഞിരുന്നോ? ഇല്ല. അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ CPM-ന്റെ നയമാണ്. CPM-ന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഔദ്യോഗികമായിട്ട് ഏതൊക്കെ വിഷയങ്ങളെപ്പറ്റി പരാമർശിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെപ്പറ്റി മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇന്ത്യ അലയൻസിന്റെ കോമൺ മിനിമം പ്രോഗ്രാമിനെ പറ്റി പറയുന്നില്ല. ഇന്ത്യ അലയൻസ് വന്നാൽ, അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തുറന്നു കാട്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയെ പോലും ബാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്ത് ഐക്യമാണ് അവിടെ ഉള്ളത്? അപ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിൽ കുഴപ്പമുണ്ടാകുന്നു. ശ്രീ ഹസ്കർ തന്നെ ഇവിടെ വന്നിട്ട് സാം പിട്രോഡയുടെ സ്റ്റേറ്റ്മെന്റിലുള്ള കുറ്റം പറയുന്നു. രാഹുൽ ഗാന്ധിയെ പറ്റിയും രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മയെ പറ്റിയുമുള്ള പരാമർശങ്ങൾ നടത്തുന്നു. നിങ്ങളുടെ പഴയ പേര് എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് എന്ന രീതിയിലത്തേക്ക് മുഖ്യമന്ത്രി പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് കേരളത്തിലെ CPM-ന്റെ ഭരണത്തിനെ പറ്റിയിട്ടുള്ള വികാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് വെറുതെ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ എടുത്ത് നോക്കിക്കോളൂ. CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ളത് അതിൽ അവർ പറയുന്നത് മുഴുവൻ CPM-ന്റെ നേട്ടങ്ങൾ എന്ന രീതിയിലാണ്. ഇന്ന് പത്രങ്ങളിലെല്ലാം CPM-ന്റെ പരസ്യം വന്നിട്ടുണ്ടല്ലോ. ആ പരസ്യത്തിൽ സർക്കാരിന്റെ പരസ്യം എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സുപ്രഭാതം പത്രത്തിൽ ഏത് രാഷ്ട്രീയത്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ആരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? പൗരത്വ ഭേദഗതി നിയമത്തിനെ പറ്റിയാണോ? ദീപിക പത്രത്തിലേക്ക് പോകുന്ന സമയത്ത് എന്തിനെ പറ്റിയാണ് പറയുന്നത്? മണിപ്പൂരിനെ പറ്റിയാണോ? അപ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ പ്രദേശങ്ങളിൽ ഏതൊക്കെ ആൾക്കാരെ കേട്ടർ ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ വിഷയങ്ങൾ പറയണം എന്നൊക്കെ CPM-ന് അറിയാം. അതിൽ ദേശീയ രാഷ്ട്രീയം പറയേണ്ടുന്ന സ്ഥലത്ത് അത് മതപരമായിട്ടുള്ള കാരണങ്ങളാൽ പറയേണ്ടിടത്ത് അത് പറയുന്നു. അതല്ലാതെ മറ്റുള്ള വിഷയങ്ങൾ സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള മാത്രം കാര്യങ്ങൾ പറയേണ്ട സമയത്ത് അത് പറയുന്നു. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും പ്രസംഗങ്ങളിൽ വരുന്നതും എല്ലാം തന്നെ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ പറയുന്നത് നോക്കുള്ളൂ. കൊല്ലത്തുള്ള മുകേഷിനെ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ അത് ആത്മവിശ്വാസത്തിന്റെ സൂചനയാണല്ലോ. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ് കൂടുതൽ പറയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഫലം മറിച്ചാണ് എങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ തന്നെയാണ് ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എടുക്കാനായിട്ട് ഇവിടെ വോട്ടർമാർ ഉണ്ടായിരുന്നില്ല എന്നുകൂടി അന്ന് പറയേണ്ടി വരും. അത് ആ ഒരു ചലഞ്ച് ഞങ്ങൾ ഏറ്റെടുക്കാമെന്നുള്ളത് ഈ സമയത്ത് അവർ പറയുന്നില്ല എന്നതുകൊണ്ട് തന്നെ അവരുടെ ആത്മവിശ്വാസം തുലവും കുറവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഹസ്കർ പറയുന്നത് അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല, അതല്ല ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ്. ശ്രീ മഞ്ജുഷ്, ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഏർലിയസ്റ്റ് അവസരം 26-ാം തീയതി വൈകുന്നേരം 6 മണിക്കാണ്. അപ്പോഴാണ് വോട്ടിംഗ് നില അറിയാൻ സാധിക്കുക, എത്ര ശതമാനം വോട്ടാണ് വീണിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരം വളരെ വലിയ തോതിൽ അലയടിക്കുമ്പോൾ ഒരു സാമാന്യ തത്വം എന്ന നിലയിൽ വോട്ടിംഗ് ശതമാനം കൂടാനാണ് സാധ്യത. ഇവിടെ എൻ്റെ ഒരു ഊഹം മലബാർ മേഖലയിൽ വളരെ വലിയ തോതിൽ വോട്ടിംഗ് ശതമാനം കൂടാനുള്ള സാധ്യത ഇപ്രാവശ്യം കാണുന്നു. അതിൽ ഒരു പങ്ക് എന്ന് പറയുന്നത് പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളരെ ആഴത്തിൽ പ്രചരണം നടത്തിയിട്ടുണ്ട്. അത് മലബാർ മേഖലയിലെ മുസ്ലിം ജനസാമാന്യത്തെ സ്വാധീനിക്കാനുള്ള ഒരു തന്ത്രമാണ്. തീർച്ചയായിട്ടും അത് ന്യായവുമാണ്. അപ്പോൾ ദേശീയ വിഷയങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിച്ചത് കോൺഗ്രസ് അല്ല, അവിടെ മലബാറിലെങ്കിലും അത് CPM-ആണ്. കോൺഗ്രസും അതിനോട് കട്ടക്ക് മാച്ച് ചെയ്യാൻ ശ്രമിച്ചു. കോഴിക്കോട് വലിയ റാലി നടത്തി. അവിടെ ശശിധരോട് പറഞ്ഞ ഒരു കാര്യം വിവാദത്തിലായി. അത് മലബാർ വിഷയമല്ല, അത് ഗാസ വിഷയമാണ്. അപ്പോൾ ഗാസ വിഷയവും അല്ലെങ്കിൽ അതായത് ഇസ്രായേൽ ഗാസയ്ക്ക് മേൽ നടത്തുന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള വിഷയവും പൗരത്വ ഭേദഗതി വിഷയവും യൂണിഫോം സിവിൽ കോഡും എല്ലാം തന്നെ ചർച്ചയാക്കിയത് പ്രധാനമായും ഇടതുപക്ഷമാണ്. അപ്പോൾ അതിൻ്റെ അനുരണങ്ങൾ കാണേണ്ടത് മലബാർ മേഖലയിലാണ്. പക്ഷേ ഭരണവിരുദ്ധ വികാരവും ഏറെ പ്രതിഫലിക്കേണ്ടത് മലബാർ മേഖലയിൽ തന്നെയാണ്. നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം 2019 ഏറ്റവും കൂടുതൽ ശതമാനക്കണക്കിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വന്നത് കണ്ണൂർ മണ്ഡലത്തിലാണ്.
അതായത് കെ സുധാകരനും പി ജയരാജനും തമ്മിൽ മത്സരിച്ച കണ്ണൂരാണ് വളരെ വലിയ തോതിൽ. പി ജയരാജനല്ല അവിടെ കണ്ണൂർ മണ്ഡലത്തിലാണ് ഏറ്റവും അധികം 83%. യഥാർത്ഥത്തിൽ അവിടെ 77.67% മൊത്തം കേരളത്തിലാകമാനം 20 സീറ്റുകളിലെ ശരാശരി വോട്ടിംഗ് ശതമാനം. അവിടെ കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ വടകരയാണ് 80% അതൊരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വരവിനെ നേരിടാനുള്ള ഒരു പോസിറ്റീവ് വോട്ടായി വേണമെങ്കിൽ കരുതാം. തീർച്ചയായും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിക്കപ്പെട്ടു. ഇപ്രാവശ്യം ആ പുതുമയില്ല. അതുകൊണ്ട് വയനാടിൽ അത്ര വലിയ വോട്ടിംഗ് ശതമാനം ഉണ്ടാകാൻ സാധ്യത കുറവാണെങ്കിലും വടകരയിൽ തീപാർന്ന പോരാട്ടമായതുകൊണ്ട് വളരെയധികം വോട്ടിംഗ് ശതമാനം കൂടാൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും അധികം വോട്ടിംഗ് ശതമാനം വരാൻ സാധ്യതയുള്ള മണ്ഡലം വടകരയായിരിക്കാനാണ് സാധ്യത ഇപ്രാവശ്യം. അതുപോലെ തൃശ്ശൂരും വലിയ വലിയ ചലനങ്ങൾ ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ ഇവിടെ പരമ്പരാഗതമായി കേരളത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. പരമ്പരാഗതമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് വോട്ടിംഗ് ശതമാനം കൂടുമ്പോൾ അത് UDFനെയാണ് സഹായിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ UDF ഒരു മാസ് സംവിധാനമാണ്. അതായത് കോൺഗ്രസ് പാർട്ടി ഒരു മാസ് പാർട്ടിയാണ്, കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയല്ല. ഒരു ഓളത്തിനോടൊപ്പം രാഹുൽ ഗാന്ധി വരുന്നു, രാജീവ് ഗാന്ധി വരുന്നു, മുൻപ് ഇന്ദിരാഗാന്ധി വന്നു, അന്ന് പണ്ട് നെഹ്റു വന്നു. അതിനോടൊപ്പം ഈ ഓളത്തിനോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്യുന്ന ഒരു വികാരമാണ്. അല്ലാതെ വീട് വീടാന്തരം കയറി ചിട്ടയാഴ സ്ക്വാഡ് വർക്ക് ഒന്നും നടത്തിയല്ല കോൺഗ്രസിന് എക്കാലത്തും മുന്നേറ്റമുണ്ടായിട്ടുള്ളത്. എന്നാൽ ഇടതുപക്ഷത്തിന് അങ്ങനല്ല. ഏതാണ് വോട്ടിംഗ് ശതമാനമെന്നാണെങ്കിൽ പോലും എത്രയാണ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ എക്കാലത്തും പെട്ടിയിൽ വീണിട്ടുണ്ട് എന്നതാണ് സത്യം. പാഴാക്കപ്പെടാത്ത വോട്ടുകളാണ് ഇടതുപക്ഷത്തിനുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഒരു പുതുമ കൂടിയുണ്ട്. BJP അതുപോലെ തന്നെ കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ RSS സംവിധാനമുള്ള ശാഖകളുടെ എണ്ണം കൊണ്ടും നിലവാരം കൊണ്ടും പ്രവർത്തന പാരമ്പര്യം കൊണ്ടും വളരെ വലിയ തോതിൽ RSSന് പ്രവർത്തനമുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം. RSS ഒന്ന് മനസ്സ് വിചാരിച്ചാൽ തെരഞ്ഞെടുപ്പ് ഭംഗിയായി മാനേജ് ചെയ്ത് പരമാവധി ബൂത്തുകളിലേക്ക് ആളെ എത്തിക്കാൻ കഴിയും. അവിടെ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനും BJPക്കും മാത്രമേ കേഡർ സ്വഭാവം ഇപ്പോഴും നിലനിർത്താനാവുന്നുള്ളൂ. അങ്ങനെ അവരുണ്ടാക്കിയെടുക്കുന്ന വളരെ വലിയ വോട്ടിംഗ് ശതമാനം ആർക്കാണ് പ്രയോജനം ഉണ്ടാവുക? നമുക്ക് വേണമെങ്കിൽ ശ്രീ മഞ്ജുഷ് പറയാം, ഭരണവിരുദ്ധ വികാരത്തിൽ ജനറലൈസ് ചെയ്ത് പറയാം. ഭരണവിരുദ്ധ വികാരം വളരെയധികം ഉണ്ടെങ്കിൽ വോട്ടിംഗ് ശതമാനം കൂടും. വോട്ടിംഗ് ശതമാനം കൂടിക്കഴിഞ്ഞാൽ UDF ജയിച്ചു വരും. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരത്തിന് ചിറകിലേറി കൂടുതൽ സീറ്റുകൾ ഇപ്രാവശ്യവും പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുള്ളത് മലബാറാണല്ലോ, തിരുവിതാംകൂർ മേഖലയല്ലല്ലോ, അല്ലെങ്കിൽ മധ്യകേരളമല്ലല്ലോ. അതുകൊണ്ട് അവിടെ നേട്ടമുണ്ടാക്കാൻ UDFന് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ പറയാൻ സാധിക്കും ഇത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. കാടിളക്കിയുള്ള ഇടതുപക്ഷൻ്റെ പ്രചരണത്തെ പോലും അതിലംഘിക്കുന്ന രീതിയിൽ, കവച്ചു വെക്കുന്ന രീതിയിൽ യഥാർത്ഥ വിഷയമായി വന്നത് കേന്ദ്രവിരുദ്ധതയല്ല, അല്ലെങ്കിൽ CAA വിരുദ്ധതയല്ല, മറിച്ച് ഭരണവിരുദ്ധത തന്നെയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്ന അപ്പോൾ മാത്രമാണ്. പക്ഷേ അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുമില്ല. അങ്ങനെ ഉണ്ടാവുകയില്ല എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ലല്ലോ. അത് പുലിവാലാകില്ലേ മഞ്ജുഷ? അങ്ങനെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വാക്കുണ്ടായി കഴിഞ്ഞാൽ അതേ ചൊല്ലിയായിരിക്കുമല്ലോ പിന്നെയുള്ള ഡിബേറ്റുകളെല്ലാം. അതുകൊണ്ട് മുഖ്യമന്ത്രി വളരെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹം തൊടുന്നതെല്ലാം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ കണ്ടത്. ഇപ്പം രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിനെ പോലെ അല്ല. രണ്ടാം പിണറായി സർക്കാർ ഇപ്പോൾ അടുത്ത സമയത്ത് വന്ന ഈ സിദ്ധാർത്ഥൻ്റെ റാഗിംഗ് വിഷയമായിക്കൊള്ളട്ടെ, കരുവന്നൂർ ബാങ്ക് വിഷയമായിക്കൊള്ളട്ടെ, അതുപോലെ എല്ലാ വിഷയങ്ങളും ഏതാണ്ട് എല്ലാ സ്വർണ്ണക്കടത്ത് മുതലുള്ള എല്ലാ വിഷയങ്ങളും ഇടതുപക്ഷം പ്രതിരോധത്തിലാണ്. ഏറ്റവും അവസാനം വന്ന പൂരവിവാദം അതുപോലും ഇടതുപക്ഷത്തിന് പ്രതിരോധിക്കേണ്ടി വരുന്നു. ഒരൊറ്റ കാര്യത്തിൽ പോലും ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഷയവും റണ്ണപ്പ് ടു ദ ഇലക്ഷനിൽ വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പ്രയോജനമാർക്ക് എന്നതാണ്. അത് UDFനും LDFനുമായി വീതിച്ചു പോകും. BJPക്ക് തീർച്ചയായിട്ടും ജൈവികമായ ഒരു വളർച്ച ചില ഏരിയകൾ കാണാനുണ്ട്. അതിൻ്റെ പ്രയോജനം തിരുവനന്തപുരം, തൃശ്ശൂർ മേഖലയിൽ ഒരു പക്ഷേ BJPക്ക് ലഭിക്കും. പാൻ കേരള ലെവലിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രയോജനം ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ തന്നെ ലഭിക്കേണ്ടത് UDF സംവിധാനത്തിനാണ്. അതിൻ്റെ പ്രധാന ബെനിഫിഷ്യറി എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിലൂടെ ഒരു കാര്യം കൂടെ. എത്ര സീറ്റിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്? ശ്രീജിത്ത് അത് സൂചിപ്പിക്കുകയും ചെയ്തു. എത്ര സീറ്റ് ലഭിക്കാനാണ് മത്സരിക്കുന്നത്? ഡബിൾ ഡിജിറ്റ് കടക്കും. ഈ വലിയ ഒരു മഹാമേര് പോലെ നിൽക്കുന്ന നരേന്ദ്രമോദിയെയും BJPയെയും അല്ലെങ്കിൽ NDA സംവിധാനത്തിനെയും എതിർക്കാൻ 10 സീറ്റ് തികച്ച് ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്ത CPMന് എങ്ങനെയാണ് സാധിക്കുക? കാരണം പരമാവധി സീറ്റുകൾ CPMന് ലഭിക്കേണ്ടത് കേരളത്തിൽ നിന്നാണ്. പരമാവധി 10 സീറ്റ് വേണമെങ്കിൽ അവർക്ക് സ്വപ്നം കാണാം, അത്ര ലഭിക്കാൻ സാധ്യത കുറവാണ്. ബംഗാളിൽ അവർ മത്സരിക്കുന്നു, കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കുന്നു.
ബംഗാളിൽ ഒരു സീറ്റ് പോലും കൃത്യമായി ലഭിക്കുമെന്ന് പറയാനാവില്ല. അത് കോൺഗ്രസിനും CPM-നും. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ 30% വരുന്ന പശ്ചിമ ബംഗാളിലെ ന്യൂനപക്ഷങ്ങൾ ആ വോട്ടുകൾ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനും CPM-നുമായി വീതിച്ചു പോകാനാണ് സാധ്യത. അതുപോലെ ഇന്ത്യ മുന്നണിക്ക് കാര്യമായ വേരോട്ടം ഇല്ലാത്ത സ്ഥലങ്ങളാണ് രാജസ്ഥാൻ. അവിടെ കോൺഗ്രസിൻ്റെ ചിറകിലേറി ഒരു സീറ്റ്. അതുപോലെ ബീഹാറിൽ ലാലുവിൻ്റെ പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ചിറകിലേറി ഒരു സീറ്റ് CPM മത്സരിക്കുന്നു. തമിഴ്നാടിൽ ഉറപ്പായും ലഭിക്കുന്ന 2 സീറ്റുകളുണ്ട്. അതുകൊണ്ട് ആധികാരികമായി വേണമെങ്കിൽ പറയാം, ഇപ്പോഴത്തെ നിരീക്ഷണം എന്നുള്ളതിൽ ഉറപ്പായും CPM-ന് 2 സീറ്റ് ലഭിക്കുമെങ്കിൽ അത് തമിഴ്നാട്ടിൽ DMK-യുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സപ്പോർട്ടോടുകൂടി ലഭിക്കാവുന്ന അവർ മത്സരിക്കുന്ന 2 സീറ്റുകളാണ്. കേരളത്തിൽ 2 സീറ്റുകൾ ലഭിക്കണമെങ്കിൽ അത് തീർച്ചയായും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ 1-2 ആകുമ്പോൾ ഡബിൾ ആവുകയാണ്. ശരിയാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ 2 ആയി കഴിഞ്ഞാൽ നേട്ടം എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തൽ ഒരു സംസ്ഥാന സെക്രട്ടറി തന്നെ നടത്തുമ്പോൾ ഒരത്ഭുതവും പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയല്ലേ? അതായത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കാൻ പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മഞ്ജുഷ്, അത് ഗോവിന്ദൻ മാസ്റ്റർ വളരെ തമാശയായി പറഞ്ഞത്, സറ്റാരിക്കലായി പറഞ്ഞ ഒരു കാര്യത്തെ നമുക്കൊരു രാഷ്ട്രീയ വിലയിരുത്തലായി കാണേണ്ടതില്ല. കാരണം ഇടതുപക്ഷം ഇക്കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ നില മെച്ചപ്പെടുത്തും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷം ഇന്ത്യ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഡബിൾ ആകുമെന്ന് അങ്ങനല്ല. അദ്ദേഹം അതൊരു തമാശയായി പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഉണ്ടാവില്ലല്ലോ എന്നുള്ളതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിന് വേണ്ടി തമാശയായി പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം മാത്രമല്ല. അല്ലാതെ അദ്ദേഹം അതൊരു 2 സീറ്റ് മാത്രം ലഭിക്കും ഇടതുപക്ഷത്തിന് എന്ന അർത്ഥത്തിലല്ല. ഞാൻ കാണുന്നത് ഇന്ത്യയിൽ ഇടതുപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും ലഭിച്ച 2019 ലഭിച്ച തെരഞ്ഞെടുപ്പ് നിലപാടിൽ നിന്നും വ്യത്യസ്തമായ ഒരു മാറ്റം ഇടതുപക്ഷത്തിന് കുറെ കൂടി സീറ്റുകൾ ലഭിക്കുന്നുള്ള സാധ്യതയുണ്ട്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. 2, ഇടതുപക്ഷം ഒരുപക്ഷെ മിനിമം സീറ്റുകളിൽ മത്സരിക്കുന്നു, അല്ലെങ്കിൽ CPM വളരെ ചുരുങ്ങിയ സീറ്റുകളിൽ മത്സരിക്കുകയും ആണ് എന്നുള്ളത് കൊണ്ട് പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ സാധ്യതകൾ അപ്രസക്തമാകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എപ്പോഴും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിലപാടുകളുടെ രാഷ്ട്രീയമാണ്. CPM എടുക്കുന്ന നിലപാടുകളാണ് ഇന്ത്യയൊട്ടാകെ പ്രതിഫലിക്കുന്ന തരത്തിലേക്ക്. ഞാൻ നേരത്തെ സാം പിട്രോഡയുടെ അഭിപ്രായം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് മാർക്സിയൻ തിയോളജിയിൽ പറഞ്ഞു വെക്കുന്ന ടാക്സേഷനെ സംബന്ധിച്ച് മാർക്സിന്റെയും എംഗൽസിന്റെയും ഒക്കെ നിലപാട് ഇപ്പൊ കോൺഗ്രസ് പകർന്നെടുക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷെ അത് ധൈര്യപൂർവം അത് ജനങ്ങളോട് പറയുന്നതിനുള്ള ചങ്കൂറ്റമാണ് കോൺഗ്രസിന് ഇല്ലാത്തത്. ഇപ്പൊ മതേതര നിലപാടുകളെ സംബന്ധിച്ച് കേരളത്തിന് പുറത്ത് കോൺഗ്രസ് എടുക്കുന്നത് മൃദു ഹിന്ദുത്വ സമീപനമാണ്. കേരളത്തിൽ ഒരുപക്ഷെ ഇനി കോൺഗ്രസ്സുകാരാണെങ്കിൽ പോലും UDF പക്ഷത്ത് നിൽക്കുന്നവർ പോലും ഒരു ഇടതുപക്ഷ മനസ്സ് കാത്തു സൂക്ഷിക്കുന്ന ആളുകളായതുകൊണ്ട് ഇവിടെ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിനൊപ്പം നിങ്ങൾ പറയുന്നുണ്ട് വടക്കേ ഇന്ത്യയിൽ മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്ന്. അതേ കോൺഗ്രസിനൊപ്പമാണ് വടക്കേ ഇന്ത്യയിൽ ഇന്ത്യ സഖ്യത്തിൽ ചേരാൻ CPM തയ്യാറാവുന്നത്. രാജസ്ഥാനിൽ ഒരു സീറ്റിൽ പോലും മത്സരിക്കുന്നുണ്ട്. അതേ രാജസ്ഥാനിലാണ് മോദി നടത്തിയ പ്രസംഗം എതിർക്കപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ കൈകോർക്കുകയാണ് അവിടെ. കോൺഗ്രസിനെ കൊണ്ട് കടുത്ത നിലപാട്. കാര്യം ഇന്ത്യ ഒട്ടാകെ CPM-ന് കോൺഗ്രസിനൊപ്പം ശക്തിയുണ്ട് എന്ന് തമാശയ്ക്ക് പോലും പറയാനാവില്ല. CPM-ന് CPM-ന്റെ ശക്തിയെ കുറിച്ച് വളരെ കൃത്യത. ഞങ്ങൾക്ക് 2-3 സംസ്ഥാനങ്ങളിൽ ഭാഗികമായി ഞങ്ങൾക്ക് കരുത്തു തെളിയിക്കാനാവുമെങ്കിലും രാജസ്ഥാനിൽ സീറ്റ് കിട്ടുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അത് അങ്ങനെ സീറ്റ് കിട്ടുകയാണെങ്കിൽ ജയിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ ചിറകിലേറിയാണ്. അതേ കോൺഗ്രസ് രാജസ്ഥാനിൽ മൃദു ഹിന്ദുത്വ സമീപനത്തിലാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് രാജസ്ഥാനിലെ പല മണ്ഡലങ്ങളിലും 3000 മുതൽ 5000 വോട്ടുകൾ വരെ സ്വാധീനിക്കാൻ കഴിയുന്ന പാർട്ടി കേഡർ സംവിധാനങ്ങളുള്ള സ്ഥലമുണ്ട്. അത് കോൺഗ്രസിനാണ് ആ സഹായം ലഭിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസിനെതിരെ നിങ്ങൾ പറയുമ്പോൾ അതേ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ് സഹായിച്ചാലേ നിങ്ങൾക്ക് അവിടെ ജയിക്കാൻ കഴിയുകയുള്ളൂ. ഞങ്ങൾ കോൺഗ്രസിനെ കൊണ്ട് നിലപാടുകളിൽ മാറ്റം വരുത്താനാണ് ആഗ്രഹിക്കുന്നത്. അവരെടുക്കുന്ന നിലപാടുകൾ, കാരണം ഞങ്ങൾക്ക് അതിനുള്ള ശേഷി കുറവുണ്ട് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങളുടെ കഴിവിനെയും ഞങ്ങളുടെ പോരായ്മകളെ കുറിച്ചും ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങൾ ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികളെ ആകമാനം രൂപീകരിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു മുന്നണി അധികാരത്തിലെത്തണം.
അവരെടുക്കുന്ന നിലപാടുകൾ മതേതര നിലപാടുകളായിരിക്കണം, രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ CPM-നും ഇടതുപക്ഷത്തിനും ഭൂരിപക്ഷം സീറ്റുകൾ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറ്റമുണ്ടാകണം എന്നു കരുതുന്നവരാണ്. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് നിന്നാണ് CPM-നും ഇടതുപക്ഷത്തിനും പരമാവധി സീറ്റുകൾ സമാഹരിക്കാനാവുക. അപ്പൊ സ്വാഭാവികമായി BJP-യുമായി നേരിട്ട് കേരളത്തിൽ നിന്ന് അല്ലല്ല, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് പരമാവധി സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് സമാഹരിക്കാൻ കഴിയുന്നതെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? CPM-ന് സമാഹരിക്കാൻ കഴിയുമെന്നാണ്? ഇടതുപക്ഷത്തിനും CPM-നും ഒരു 10 സീറ്റ് തികച്ച് കിട്ടുമെന്ന് നിങ്ങളുടെ ഒരു നേതാവും പറയുന്നില്ല, ആത്മവിശ്വാസത്തോടെ പറയുന്നില്ല. അല്ല, നിശ്ചയമായും ഒരു സംശയം വേണ്ട. 20 സീറ്റുകളിൽ കടുത്ത മത്സരം തന്നെയാണ് ഉള്ളത്. ആ 20 സീറ്റുകളിലെ കടുത്ത മത്സരം 2019 UDF-ന് അനുകൂലമായ സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യത തുലവും വിരളമാണ്. നാം കരുതുന്നത് പോലെ സംസ്ഥാന ഗവൺമെന്റിന്റെ വിലയിരുത്തലായി തെരഞ്ഞെടുപ്പിൽ മാറിയിട്ടില്ല. കാരണം ദേശീയ വിഷയങ്ങൾ ഇടതുപക്ഷം വളരെ ജനങ്ങളിലേക്ക് നല്ല പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, വിലയിരുത്തിക്കോട്ടെ എന്ന് പറയുവാനുള്ള ധൈര്യം പോലുമില്ല. അങ്ങനെയല്ല, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലുകളായി വരരുത് എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട്. അങ്ങ് ചോദിച്ച ഇന്ത്യ സഖ്യവും BJP-യും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കേരളത്തിൽ നടക്കുകയാണെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു. അങ്ങനെയല്ലല്ലോ, കേന്ദ്രം ഭരിക്കുന്നത് BJP-യാണ്, ഇവിടെ LDF-ഉം UDF-ഉം പരസ്പരം മത്സരിക്കുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ ആകരുത് എന്ന് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാകും എന്നതുകൊണ്ടാണ്. ഭരിക്കുമ്പോൾ മാത്രമേ അങ്ങനെ പറയാവുള്ളൂ. UDF ഭരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെയല്ല, 2004 ഒരുപക്ഷെ അങ്ങ് പറയുന്ന ആന്റണി സർക്കാരിനെതിരെ വന്നിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന തരത്തിലല്ല അതിനെ കാണേണ്ടത്. ഇന്ത്യ ഒട്ടാകെ വന്നിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ഏറ്റവും കരുത്തായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പെർഫോമൻസ് ആയിരുന്നു 2004 ഉണ്ടായിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും കേരളത്തിൽ നിന്ന് അതിനനുകൂലമായ സാഹചര്യം കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്നു. അതേ സാഹചര്യം തന്നെ, കാര്യം ജനങ്ങൾക്ക് സ്വാഭാവികമായും ഇടതുപക്ഷം പാർലമെന്റിലേക്ക് എത്തേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച്, ഇന്ത്യ നിലനിൽക്കേണ്ട ആവശ്യകതയെ സംബന്ധിച്ച് വളരെ കൃത്യമായി ജനങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യമുള്ളത്. ഇന്ത്യയെ സംബന്ധിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നതിന് ഇടതുപക്ഷത്തിന് പ്രചരണ ആയുധമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യഘട്ട വിലയിരുത്തൽ. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള സാഹചര്യം പോലുമായിട്ടില്ല. അതായിരുന്നില്ല മുഖ്യ ചർച്ചാ വിഷയം. കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകളെ സംബന്ധിച്ചും അവിടെ ഉണ്ടായിരുന്ന ഭരണവിരുദ്ധ വികാരം എങ്ങനെ മൂർച്ച കൂട്ടി ഇടതുപക്ഷത്തിന് അനുകൂലം. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലാണ് കേരളത്തിൽ നടക്കുന്നതെങ്കിൽ ആർക്ക് സീറ്റുകൾ കൂടുതൽ കിട്ടിയാൽ അത് യഥാർത്ഥത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് പറയാൻ പറ്റും? ഇടതുപക്ഷത്തിന് എങ്ങനെ പറയാൻ പറ്റും? UDF-ന് ഭൂരിപക്ഷം കിട്ടിയാലും കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ, LDF-ന് ഭൂരിപക്ഷം കിട്ടിയാലും കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ, അങ്ങനെയാണോ കാണേണ്ടത്? അങ്ങനെയല്ല, കേരളത്തിൽ 20 സീറ്റും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാടിലേക്ക് എടുക്കപ്പെടും എന്നതാണ് ഒരു പ്രാഥമികമായി നമുക്ക് കരുതാനാവുക. അങ്ങനെയെങ്കിൽ കേട്ടില്ല മഞ്ജീഷ്, അങ്ങനെയാണെങ്കിൽ ആരുടെ വിലയിരുത്തൽ? അങ്ങനെയല്ല, 20 സീറ്റും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് 20 മണ്ഡലങ്ങളിൽ നിന്നും ഉണ്ടാകും എന്നു തന്നെയാണ് പ്രാഥമികമായി നമുക്ക്. BJP-ക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ ആവുക. അല്ല, LDF-ന് സീറ്റ് ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യവും ഈ ഘട്ടത്തിൽ ഇല്ല. 20 സീറ്റിലും കടുത്ത മത്സരങ്ങൾ, വെല്ലുവിളികളുണ്ട്. അത് ദേശീയ പ്രശ്നം ഉയർത്തിക്കൊണ്ടിട്ടുള്ള വെല്ലുവിളികളാണ്. അതിൽ ഇടതുപക്ഷം എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം ജനങ്ങൾ ചിന്തിക്കുമെങ്കിൽ നിശ്ചയമായും 20 സീറ്റുകളിൽ മഹാഭൂരിപക്ഷം സീറ്റുകളിലും ഇടതുപക്ഷത്തിന്റെ സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ട്. അടിയൊഴുക്കുകളോ അത്തരത്തിലുള്ള മഹാ മുന്നേറ്റങ്ങളോ കേരളത്തിൽ ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാൽ കൃത്യമായും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ഭൂരിപക്ഷ നിലപാട് കേരളത്തിൽ ഉണ്ടാകും എന്നു തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനാവുക. ശരി ശരി അഡ്വക്കേറ്റ് ശ്രീ മോഹൻ വർഗീസ്, വിനയത്തോടുകൂടി അഡ്വക്കേറ്റ് BN ഹസ്കറിന്റെ ഈ പരാമർശങ്ങളെ തള്ളിക്കളയുകയാണോ അതോ സ്വീകരിക്കുകയാണോ താങ്കൾ ചെയ്യുന്നത്? ശ്രീ BN ഹസ്കർ വളരെ തന്ത്രപരമായ ഒരു സമീപനമാണ് എടുത്തത്. സാധ്യത എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആധികാരികമായി ഇടതുപക്ഷത്തിന് വളരെ വലിയ മേൽക്കോയ്മയുണ്ട് എന്ന് അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിലും ഇത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലിലേക്ക് വരില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആവില്ല എന്നാണ്, അങ്ങനെ ആകരുത് എന്നാണ്
മുഖ്യമന്ത്രിയും ഒരുപക്ഷെ ഇടതുപക്ഷ നേതാക്കളും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ അപകടം മറ്റാരേക്കാൾ നന്നായിട്ട് അറിയാം അവർക്ക്. കാരണം ഏറ്റവും അധികം പഠനം നടത്തുന്ന പാർട്ടി CPM ആണ്. തീർച്ചയായും ഇടതുപക്ഷത്തിന് അവരുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് നല്ല ആഴത്തിൽ അവബോധമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്, ഇത് ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇവിടെ BJPയെ ആരാണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണോ, കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസ് വിഭാഗമായ UDF ആണോ കേരളത്തിൽ ഏറ്റവും അധികം എതിർക്കുന്നത് എന്ന ചോദ്യം വരുമ്പോൾ ഇവർ തമ്മിൽ മത്സരമാണ്. UDFും LDFും തമ്മിൽ കടുത്ത മത്സരം നടക്കുന്നു. ഒന്ന് ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി. അതെന്തിനാണ്? ഞങ്ങളാണ് BJPയെ ഏറ്റവും സമൃദ്ധമായി ചേർത്ത് നിൽക്കുന്നത് എന്ന് കാട്ടാനാണ്. പക്ഷേ അവിടെ കോൺഗ്രസ്സിന് തന്നെയാണ് മേൽക്കൈ എന്ന് ഒബ്ജക്റ്റീവായിട്ട് പറയേണ്ടി വരും. കാരണം പാൻ ഇന്ത്യ ലെവലിൽ, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ തടഞ്ഞു നിർത്താൻ ഒക്കുന്ന ഏകകക്ഷി കോൺഗ്രസ്സാണ്. അവിടെ റീജിയണൽ പാർട്ടി ഉത്തർപ്രദേശിൽ, സമാജ്വാദി പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ BJPയുടെ തേരോട്ടത്തെ ഭാഗികമായി തടഞ്ഞു നിർത്താനാവും. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്ക് ഒരു പരിധിവരെ അത് സാധിക്കും. ബംഗാളിൽ മമതാ ബാനർജിക്ക് സാധിക്കും. അതൊക്കെ ശരിയാണ്. പക്ഷേ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ചേർന്ന് 120-130ഓളം സീറ്റുകളുണ്ട്. ഇത്രയും സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടി എതിർക്കുന്ന പ്രധാന കക്ഷി കോൺഗ്രസ്സാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം യഥാർത്ഥത്തിൽ BJP എതിർക്കുന്ന, BJP പ്രധാന ശക്തിയായിരിക്കുകയും അതിന് ബദലായി ഇടതുപക്ഷം ശക്തിയായിരിക്കുകയും ചെയ്യുന്ന ഒരു മണ്ഡലം പോലും ഇല്ല എന്നത് അൺഫോർച്ചുനേറ്റഡ്. അതാണ് യാഥാർത്ഥ്യം. ബംഗാളിൽ ഏതെങ്കിലും ഒരിടത്ത് സീറ്റിൽ BJPക്ക് മേൽക്കൈയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള ചില സ്ഥലങ്ങളിൽ അവർ മത്സരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസുമായിട്ടാണ്, BJPയുമായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ ഒരിടത്തും ഒരു കാരണവശാലും ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ തേരോട്ടത്തെ നേരിട്ട് എതിർക്കുന്നില്ല. അപ്പോൾ പിന്നെ കോൺഗ്രസിൻ്റെ ചിറകിലേറി മാത്രമേ നടക്കൂ. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് തിണ്ണമെടുക്കായിട്ട് മാത്രമേ നമുക്കൊരു നമ്മുടെ വരാന്തയിൽ നിന്നുകൊണ്ട് നമ്മൾ മസിൽ ഭരിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ ഒരു സാഹചര്യം മാത്രമാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ദേശീയ വിഷയങ്ങൾ സംസാരിക്കാതെ രണ്ടു പക്ഷവും പ്രധാനമായും UDF ആക്രമണോത്സുകത കാണിച്ചു. എല്ലാ വിഷയങ്ങൾക്കും സംസ്ഥാന സർക്കാരിൻ്റെ പരാജയങ്ങൾ വളരെ വലിയ തോതിൽ എടുത്തു കാട്ടി. അത് ഈ നവകേരള സദസ്സ് പോലും അലങ്കോലപ്പെടുന്നതിൻ്റെ, ഇവിടെ ജീവൻ രക്ഷാ പ്രവർത്തനമൊക്കെ നടത്തുന്ന ലെവലിലേക്ക് വന്നു. അതുകൊണ്ട് ജനം മടുത്തു. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് CPM. അല്ലാതെ ദേശീയ വിഷയങ്ങൾ അതിൽ നിന്നും പരമാവധി ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയാണ് ദേശീയ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് കൂടി പ്രയോജനകരമാകുന്ന, അവരെ കൂടെ നിർത്താൻ കഴിയുന്ന ദേശീയ വിഷയങ്ങൾ, പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ കഴിയുന്ന പൗരത്വ ഭേദഗതി വിഷയമായിക്കൊള്ളട്ടെ, അതുപോലെ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയമാകട്ടെ, ഗസ വിഷയമാകട്ടെ, ഒക്കെ പ്രധാനമായ ചർച്ചയ്ക്കെടുത്തത് അതുകൊണ്ട് കൂടിയാണ്. കാരണം കേരളത്തിലെ CPM, ഇടതുപക്ഷമെന്ന് ഞാൻ മൊത്തം പറയില്ല, CPM ഏറെക്കാലമായി ശ്രമിച്ചിരുന്നൊരു കാര്യമുണ്ട്. അവർക്കറിയാം കേരളത്തിൻ്റെ ഡെമോഗ്രാഫിക് ബാലൻസ് മാറുന്നു. ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്ലെയർ അല്ലായിരുന്ന, ശരാശരി 5% മാത്രം വോട്ട് ബേസ് ഉണ്ടായിരുന്ന BJPക്ക് ചില മണ്ഡലങ്ങളിൽ വളരെ ഓർഗാനിക്കായി, വളരെ ക്രമാനുഗതമായി വളർച്ചയുണ്ടായി. ആ വളർച്ച 2019 വളരെയധികം പ്രകടമായി. പല മണ്ഡലങ്ങളിലും ഏതാണ്ട് 3, 4, 5 മണ്ഡലങ്ങളിൽ ഒരു 20% മുകളിലേക്ക് കടക്കാവുന്ന രീതിയിലും, ത്രഷോൾഡ് എന്ന് പറയുന്ന 30% മുകളിൽ കയറാവുന്ന നിലയിലും ഇപ്പോഴായി. അതുകൊണ്ട് കേരളത്തിൻ്റെ പരമ്പരാഗതമായ UDF LDF 2 ഹോഴ്സ് റേസ് എന്നതിൽ അധികം താമസിക്കാതെ തന്നെ ഒരു മാറ്റം വരും എന്ന ചിന്ത അവിടെ ഉണ്ടായി. അങ്ങനെയുള്ള ചിന്ത എങ്ങനെയാണ് മുന്നോട്ട് പോകുക? പിന്നെ ചെയ്യാനൊക്കുന്നത് 2 സമുദായങ്ങൾ, പരമ്പരാഗതമായി ഈഴവ സമുദായം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വിഭാഗമാണ് ഈഴവ വിഭാഗം. ഒരു 26-27%, 1 out of 4 എന്ന് പറയാം. അത്രയും പേര് വരുന്ന വിവിധ വിഭാഗങ്ങളെത്തിയ വിഭാഗം, മധ്യ കേരളത്തിലെ ഈഴവ വിഭാഗം, തെക്കോട്ടുള്ള വിഭാഗം, ഇതെല്ലാം തന്നെയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നത്തെ രണ്ടാമത്തെ പ്രബല വിഭാഗം മുസ്ലിം വിഭാഗമാണ്. കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 25%-ഓളം വരുന്ന മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഖൽബിലൊരിടം നേടിയാൽ ഈ 2 വിഭാഗങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ 50%-ലധികം വോട്ടായി. ഇതാണ് CPMൻ്റെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഭാഗം. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, CPM ഒരു ക്ലാസ് പാർട്ടിയാണ്. വർഗസമരത്തിൽ വിശ്വസിക്കുന്ന, മാർക്സിസം ലെനിനിസത്തിൽ വിശ്വസിക്കുന്ന, സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന ക്ലാസ് പാർട്ടിക്ക് ഇവിടുത്തെ മറ്റൊരു നെഗറ്റീവ് രീതിയിലുള്ള സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ മാത്രമേ ഇലക്ട്രൽ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ എന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അവരുടെ പ്രചരണത്തിലും മുഴച്ചു നിൽക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ ദേശീയ വിഷയങ്ങൾ തമസ്കരിക്കപ്പെടുകയാണ്. കോൺഗ്രസ് കാര്യമായി ദേശീയ വിഷയങ്ങൾ ഉന്നയിച്ചില്ല എന്നതാണ്. ഉന്നയിച്ചു, പക്ഷേ അതിന് വേണ്ട വീറും വാശിയും ഉണ്ടായില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഇടതുപക്ഷങ്ങൾ
അതുണ്ടാക്കി. പക്ഷേ അത് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരത്തിൽ ഈ ദേശീയ വിഷയങ്ങൾ മുങ്ങിപ്പോയിരിക്കാനാണ് സാധ്യത എന്നാണ് ഈ അവസാന നിമിഷം എനിക്ക് തോന്നുന്നത്. ശരി, നന്ദി ശ്രീ മോഹൻ വർഗീസ്, ശ്രീ ഹസ്കർ, ശ്രീ ശ്രീജിത്ത് പണിക്കർ. പോയിന്റ് ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി. സൂചിപ്പിച്ചതുപോലെ അവസാന മണിക്കൂറുകളിൽ വളരെ പെട്ടെന്ന് കളം നിറയുന്ന എല്ലാ പ്രവർത്തകരും വളരെ പെട്ടെന്ന് ഒരു സ്പോട്ടിലേക്ക് ഒഴുകി